കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിലാണ് ഇപ്പോൾ വോട്ട് വഴിയിൽ എത്തി നിൽക്കുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ പ്രതീക്ഷകളും പ്രതികരണങ്ങളുമായി ഇനി വിനേഷ് ചേരും. അങ്ങനെ കാസർഗോഡ് ഉദുമ നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മൾ വോട്ട് വഴിയിൽ ഇപ്പോഴുള്ളത്. ഇവിടെയുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ഇവിടെയുള്ള വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് കാസർഗോഡിൻ്റെ ഇത്തവണത്തെ ഒരു ട്രെൻഡ്? ഇത്തവണ 15 വർഷമായി ഒരു MP അനുസരിച്ചിട്ട് ഒരു വികസനവുമില്ല. പി കരുണാകരൻ MP അനുസരിച്ചിട്ട് ഒരു വികസനവുമില്ല. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ കല്യോട്ടിൻ്റെ ഒരു 2 കൊലപാതകം നടന്നു. ആ ട്രെൻഡോടുകൂടി പ്രാവശ്യം ഉണ്ണിത്താൻ ജയിക്കും. വികസന മുരടിപ്പ് ആണ് പ്രധാന വിഷയം. ഒപ്പം തന്നെ കല്യോട്ടെ കൊലപാതകം. ഇതിനെങ്ങനെയാണ് CPM പ്രതിരോധിക്കുക? വികസന മുരടിപ്പ് എന്നതില്ല. കാരണം കേന്ദ്ര സർവകലാശാല, പെരിയയിലെ കേന്ദ്ര സർവകലാശാല തന്നെ വലിയൊരു വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ പാക്കേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ഒരു MP ആണ്. വികസനത്തിന് വേണ്ടിയിട്ടാണ് LDF വോട്ട് ചോദിക്കുന്നത്. UDF എന്തിനാണ് വോട്ട് ചോദിക്കുന്നത്? എന്താണ് ഇവിടെ ഒരു മാറ്റം വരേണ്ടത്? UDFും ഇനി മുതൽ നമുക്കിവിടെ വികസനം വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇനി മുതൽ 15 വർഷമായിട്ട് ഒന്നുമില്ല. സാധാരണയായി കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോൾ നമ്മുടെ നടത്തിയ വികസനമാണ് ഇപ്പോഴിവിടെ കാണുന്ന വികസനം. എൻഡോസൾഫാൻ പാക്കേജ് ആയാലും കേന്ദ്ര സർവകലാശാല ആയാലും അതിന് മുൻനിരയിൽ നിന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു. ഇനി ഇതുവരെ നമുക്ക് പാർട്ടി ഗ്രാമങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ചില വികസനങ്ങൾ പി കരുണാകരൻ MP നടത്തിയിരുന്നെങ്കിലും ഇനി ഭാവിയിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ വികസനം വേണമെന്നാണ് UDFിൻ്റെ അഭിപ്രായം. കൂടാതെ നമ്മുടെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പാർട്ടി കേന്ദ്രങ്ങളിൽ മാത്രമാണ് വികസനം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് UDF പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏരിയയിലും അവർക്ക് ഉപകാരപ്പെടുന്ന യാതൊരു വികസന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. പാർട്ടി കേന്ദ്രങ്ങളിൽ മാത്രം വികസനം എന്നുള്ളത് വാസ്തവ വിരുദ്ധമാണ്. ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വടക്കൻ പ്രദേശം അത് CPM കേന്ദ്രമല്ല, മറ്റു പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷെ അവിടെയെല്ലാം നല്ല വികസനം MP നടത്തിയിട്ടുണ്ട്. ഈ CPMൻ്റെ LDFിൻ്റെ ഒരു ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. 3 തവണ മാത്രമാണ് ഇവിടെ UDFിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി LDFിനുണ്ട്, സതീഷ് ചന്ദ്രനെ മറികടക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെ കഴിയും? തീർച്ചയായും കഴിയും. കാരണം 15 വർഷമായി MP ആയ കരുണാകരന് കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയായിട്ടുള്ള വോട്ടുകൾ ഈ ഉണ്ണിത്താന് അനുകൂലമായിട്ട് വരും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. BJPയുടെ സാന്നിധ്യം, രവീശ് ചന്ദ്ര കുണ്ടാർ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ കാസർഗോഡ് മത്സരിച്ച് നല്ല വോട്ട് പിടിച്ചാണ് 2ാം സ്ഥാനത്ത് എത്തിയതാണ്. കന്നഡ ബെൽറ്റിൽ നല്ല വോട്ട് സ്വാധീനമുണ്ട്. അപ്പോൾ BJPയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാവും? BJPയെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഇപ്രാവശ്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുള്ള പ്രത്യേകത. LDF ജയിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ചെന്നാൽ കോൺഗ്രസിൻ്റെ ഒപ്പമാണല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ LDF ജയിക്കണോ അല്ല UDFിനെ ജയിപ്പിച്ച് വിട്ടാൽ പോരെ? ആര് ജയിക്കണോ ആര് തോക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ജനങ്ങളിതല്ലേ. ചേട്ടാ, കേന്ദ്രത്തിൽ ആരധികാരത്തിൽ എത്തണമെന്നാണ് ആഗ്രഹം? ഇവിടെ ആര് ജയിക്കും? 35 വർഷമായിട്ട് LDF ആണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ AKGയുടെ ഒക്കെ മണ്ഡലമാണ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് എല്ലാവരുടെ അഭിപ്രായമുള്ളത്. പക്ഷേ കേന്ദ്രത്തിൽ UP വരണം എന്നുള്ളതാണ് ആഗ്രഹം. LDFിനെ ജയിപ്പിച്ചു വിട്ട ഒരു ചരിത്രമുണ്ട്. ഒപ്പം തന്നെ EK നായനാരെ കടന്നപ്പള്ളി അട്ടിമറിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് ഈ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോരാട്ടം പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിലൊരു പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ UDF ഇറക്കിയിരിക്കുന്നു. സതീഷ് ചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഒരു വ്യക്തിപ്രഭാവം, ഒപ്പം തന്നെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ഫലം ഇപ്പോൾ പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെയുള്ള ഉദുമയിലുള്ള വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ഇതാണ്. വോട്ട് വണ്ടി യാത്ര തുടരും.